ഹൃദയപൂർവ്വം സത്യനന്ദിക്കാടും ലാലേട്ടനും ഒന്നിച്ച ഒരു ഓണച്ചിത്രം 2015 അവസാനമായിട്ട് അവർ ഒന്നിക്കുന്നത്. എന്നും എപ്പോഴും എന്ന് പറയുന്ന സിനിമയിലാണ്. അതിനുശേഷം ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം അവർ ഒരുമിച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അത് വെറുതെ ആവില്ലല്ലോ. വിചാരിച്ചതുപോലെ തന്നെ സിനിമ വെറുതെ ആയില്ല. ഗംഭീരമായ സിനിമയാണ്, ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ഇപ്പോൾ കണ്ടിറങ്ങിയുള്ളൂ. ആ കണ്ടിറങ്ങിയ എക്സൈറ്റ്മെൻറ്റ് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ മകനായ സത്യനന്ദിക്കാടിൻ്റെ മകനായ അഖിൽ സത്യൻ്റെ കഥയ്ക്ക് സോനു TP എന്ന് പറയുന്ന ഒരു പുതിയ ആളാണ് തിരക്കഥ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ സത്യനന്ദിക്കാട് രണ്ടാമത്തെ മകനായ അനൂപ് സത്യനാണ്. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരാണ്. ഇപ്പോൾ നമുക്കറിയാം ലാലേട്ടോടൊപ്പം തന്നെ സംഗീത് പ്രതാപുണ്ട്, സിദ്ദിഖുണ്ട്, സംഗീതയുണ്ട്, മാളവിക, ലാലു അലക്സ്, ജനാർദ്ദനൻ തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക ഏകദേശമുള്ള താരങ്ങളെല്ലാം അണിനിരന്ന നല്ല ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. ഇത് നമ്മൾ ഒറ്റ വാക്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒരു സത്യനന്ദിക്കാട് ഫീൽ ഗുഡ് കോമഡി ഡ്രാമ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ കോമഡിയാണ്. ആദ്യത്തെ പകുതി കംപ്ലീറ്റ് കോമഡിയാണ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ കഥ എല്ലാം നമ്മൾ ആ സിനോപ്സിസിൽ ആ ബുക്ക് മൈ ഷോയിലൊക്കെ നമ്മൾ എടുത്തു നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ ആ കഥയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് 42 വയസ്സുള്ള ഒരാൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ ആ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തി അദ്ദേഹം ഒരു യാത്ര, ഈ ഹാർട്ട് തന്ന ആളുടെ മകളുടെ ഒരു ഫംഗ്ഷന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നതും തുടർന്ന് അവിടെ വെച്ച് നടക്കുന്ന സംഗതികളുമാണ് ഈ സിനിമയെ നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു പ്ലോട്ടിനെ അതിമനോഹരമായ രീതിയിൽ ഒരു കോമഡിയാക്കി എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹൃദയ കൈമാറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമോഷണലായിട്ട് സറ്റൈലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. അതിനെ ഒരു തമാശ രൂപേണ ഒരു കോമഡിയായി എന്നാൽ നമുക്ക് നന്നായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിൽ കോമഡിയായിട്ടും അല്പം ഇമോഷണലായിട്ടും അവതരിപ്പിച്ചിരിക്കുകയാണ് സത്യനന്ദിക്കാട്. എടുത്തു പറയാതെ വയ്യ. വളരെ ഫീൽ ഗുഡായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമ എന്നതിലുപരിയായിട്ട് ഈ സിനിമയുടെ അവസാനത്തിലോട്ട് കടക്കുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും എല്ലാം നിറയ്ക്കുന്ന തരത്തിലുള്ള പെർഫോമൻസാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഈ പറയുന്ന കഥാപാത്രത്തിൻ്റെ കൂടെ നമുക്ക് ആ പരിസരവും കഥാപരിസരവും അവിടെ വന്നു പോകുന്ന ഓരോ കഥാപാത്രവും അവർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് മാറുന്നു എന്നിടത്താണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അത്രമേൽ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ഹൃദയപൂർവ്വം മാറുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ഈ ഓണത്തിന് ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഹൃദയപൂർവ്വം എന്നതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇത് തിയേറ്ററിൽ മിസ് ചെയ്യാതെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് കാണാൻ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ